ഇടുക്കി മൂന്നാറിലെ പെട്ടിമുടി ദുരന്തത്തിന് 5 ആണ്ട്. 2020 ഓഗസ്റ്റ് 6-ാം തീയതി രാത്രി 10:30-യോടെയാണ് പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായത്. 70 പേരുടെ ജീവൻ കവർന്ന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് 11 പേർ മാത്രമായിരുന്നു. മരണപ്പെട്ടവരിൽ 4 പേരുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ஒரு வருஷம் வரும்போது அந்த மலைகள் வரும்போது எங்களுக்கு பெரிய கஷ்டம் இருக்குது. அந்த நினைவுகள் எங்களை விட்டு இன்னும் மாறாமல் இருக்குது. ഇത് ദുരന്തം കവർന്നെടുക്കുന്നതിന് മുമ്പുള്ള പെട്ടിമുടി. പച്ചവിരിച്ച തേയിലക്കാടുകൾ നിറഞ്ഞ മലയടിവാരത്തെ ഒരു പറ്റം തോട്ടം തൊഴിലാളി കുടുംബങ്ങളുടെ സ്വർഗമായിരുന്നു ഇത്. പരിമിതികൾക്ക് നടുവിലും കരിങ്കൽ ഭിത്തികൾ വേർതിരിച്ച കൊച്ചുമുറിക്കുള്ളിൽ വലിയ സ്വപ്നങ്ങൾ അവർ കണ്ടിരുന്നു. എന്നാൽ അവരുടെ സ്വപ്നങ്ങളും അവരെയും തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ ദുരന്തം കവർന്നെടുത്തിട്ട് 5 വർഷം തികയുകയാണ്. 5 வருஷத்தில் என் குடும்பத்தில் எனக்குள்ள அம்மா, எனக்குள்ள பையன், எனக்குள்ள அண்ணன் 3 பேர் இறந்துருக்காங்க. இப்போ வருகிற மழையெல்லாம் பார்க்கும்போது இந்த மழை வந்தோடனே எங்களுக்கு வர்ற நினைவுகள் அந்த சம்பவம் தான். அந்த 70 பேரை அழித்த சம்பவம் தான் எங்களுக்கு ഇപ്പോൾ മനസ്സിൽ നിൽക്കുന്നത്. അലമുറയിട്ടുള്ള കരച്ചിലുകൾ ഇന്നും ഇവിടെ അലയടിക്കുന്നുണ്ട്. ചോരയും കണ്ണീരും വീണ് ചുവന്ന ശ്മശാനഭൂമിയിൽ കാടുകയറി. ഒരടയാളപ്പെടുത്തൽ പോലെ ഒരു മുറിപ്പാടായി ഉരുൾപൊട്ടിയ മലമുകളിൽ നിന്നും ഒരു നീർച്ചാൽ ഒഴുകിയിറങ്ങുന്നുണ്ട്. ഓഗസ്റ്റ് 6-ാം തീയതി രാത്രി 10:30-യോടെയാണ് പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായത്. മലയടിവാരത്തെ 4 ലയങ്ങൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. ദുരന്ത വാർത്ത പുലർച്ചെയാണ് പുറം ലോകമറിയുന്നത്. പിന്നീട് ഒരു യുദ്ധത്തെ നേരിടുന്നതിന് സമാനമായ രക്ഷാപ്രവർത്തനം. പതിനൊന്ന് പേരെ രക്ഷപ്പെടുത്തി. 70 പേർ മരണപ്പെട്ടു. ഇതിൽ ഇനിയും 4 പേരെ കണ്ടെത്താനുണ്ട്. ഇവരും മരിച്ചതായി കണക്കാക്കി ജില്ലാ ഭരണകൂടം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽ അവശേഷിക്കുന്നവരുടെ പുനരധിവാസം പൂർത്തിയാക്കി. കുറ്റിയാർ വാലിയിലാണ് 8 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയത്. കാണാതായവരുടെ ബന്ധുക്കൾ ഇന്നും ഉറ്റവരെ തേടി പെട്ടിമുടിയിലും പെട്ടിമുടിയാറിന്റെ തീരത്തും എത്താറുണ്ട്. ഒരിക്കലും തിരിച്ചു വരില്ലെന്നറിയാമായിരുന്നിട്ടും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.